വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. നമുക്കപ്പം ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ? അപ്പോൾ എല്ലാ മക്കളും ഇതാ വൺ ബൈ ആയിട്ട് അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്ലെയിൻ മിററിനെ പറ്റി പഠിക്കുന്നുണ്ട്. എന്താണ് മക്കളെ ശരിക്കും ഈ പറയുന്ന പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ? എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് പ്ലെയിൻ മിറർ. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ സർഫസ് എന്താണ്? വളരെ പ്ലെയിൻ ആണ് അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ സർഫസ് എന്താണ്? യെസ്, അതിൻ്റെയൊക്കെ സർഫസ് സമതലമാണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ഉള്ള മിററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ എന്താണ്? ഈ പറയുന്ന പ്ലെയിൻ മിററിന് എക്സാമ്പിളാണ്. അപ്പം പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മുഖം നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു പ്ലെയിൻ മിററിൽ നോക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇമേജിൻ്റെ പ്രത്യേകതകൾ മാത്രം ഒന്ന് ഓർത്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്തിട്ട് വൺ ബൈ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ചിത്രം നോക്കിക്കേ. യെസ്, ഇവിടെ ഇതാ ഒരു ബോയും അതുപോലെ തന്നെ ഒരു ഗേളും ഇതാണ്ട് തൻ്റെ മുന്നിലുള്ള ഒരു മിററിലേക്ക് മുഖം നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിലും രണ്ടാമത്തെ ചിത്രത്തിലും നമുക്ക് എന്താണ്? യെസ്, ആ ഒരു കുട്ടിയുടെ സെയിം സൈസിലുള്ള ഇമേജ് തന്നെയാണ് നമുക്ക് പ്ലെയിൻ മിററിൽ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഈ രണ്ട് ചിത്രത്തിലും ആ ഒരു കുട്ടി തൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ് പൊക്കുന്നതെങ്കിൽ മിററിൽ എങ്ങനെയാണ് കാണുന്നത്? യെസ്, ആ കുട്ടി തൻ്റെ റൈറ്റ് ഹാൻഡ് പൊക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ കുട്ടി തൻ്റെ റൈറ്റ് ഹാൻഡ് ആണ് പൊക്കുന്നതെങ്കിൽ മിററിൽ എങ്ങനെയാണ് കാണുന്നത്? ലെഫ്റ്റ് ഹാൻഡ് പൊക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇവിടെ നമുക്ക് ഇടം വലം തിരിഞ്ഞിട്ടാണ് നമ്മുടെ പ്ലെയിൻ മിററിൽ നമുക്ക് ഇമേജ് കാണാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്ലെയിൻ മിററിൽ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഏകദേശം എന്താണ്? യെസ്, ഏകദേശം അല്ല, സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ്? തലകീഴായിട്ടാണോ നമുക്ക് കാണാൻ പറ്റുന്നത്? അല്ല, നിവർന്നായിട്ടാണ്, അതായത് ഇറക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 2 പോയിന്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് ഈ പറയുന്ന ഷിഫ്റ്റ് ഓഫ് ലാറ്ററൽ സൈഡ്. അതിന് നമ്മളൊരു പേര് പറയും, അതാണ് മക്കളെ നമ്മുടെ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ? ഷിഫ്റ്റ് ഓഫ് ദി ലാറ്ററൽ സൈഡ് ഓഫ് ദി ഇമേജ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് ലാറ്ററൽ ഇൻവേർഷൻ. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇടത് കൈ പൊക്കുന്ന സമയത്ത് നമുക്ക് വലത് കൈ പൊങ്ങുന്നതായിട്ടാണ് നമുക്ക് പ്ലെയിൻ മിററിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇടം വലം തിരിഞ്ഞ് കാണുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംബുലൻസ് ആലോചിച്ചാൽ മതി. ആംബുലൻസ് എന്ന് എഴുതിയത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താണ്? നേരെ ഇടം വലം തിരിഞ്ഞാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതേ ആംബുലൻസ് എന്ന് എഴുതിയത് തന്നെ നമ്മൾ മുന്നിലൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ സൈഡിലെ ആ ഒരു മിററിലൂടെ നോക്കുമ്പോൾ നമുക്കിതാ ക്ലിയർ ആയിട്ട് ആംബുലൻസ് എന്ന് എഴുതിയത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഈ ലാറ്ററൽ ഇൻവേർഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആംബുലൻസിൻ്റെ കേസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം 3 പ്രത്യേകത എന്ത് ചെയ്തു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചിത്രം നോക്കിയാൽ എല്ലാ പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്? യെസ്, സൈസ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ആയിക്കൊള്ളട്ടെ അതുപോലെ തന്നെ ഇമേജിൻ്റെ ആയിക്കൊള്ളട്ടെ സെയിം ആണ്. അതുപോലെ തന്നെ എന്താണ്? അത് ഇറക്റ്റ് ആണല്ലേ, നിവർന്നതാണ്, അല്ലാതെ തലകീഴായിട്ടൊന്നും അല്ല. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ലാറ്ററൽ ഇൻവേർഷൻ. യെസ്, ഓക്കെ, ലാറ്ററൽ ഇൻവേർഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? യെസ്, അടുത്തതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മിറർ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ ആ സെയിം ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും നമ്മുടെ മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും. അതായത് നമ്മുടെ മിറർ എത്ര ദൂരത്തു നിന്നാണോ ഒബ്ജക്റ്റ് ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ മിററിൽ നിന്നും അത്രയും ദൂരത്ത് തന്നെയായിരിക്കും നമ്മുടെ ഇമേജും ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ബേസിലും നമുക്ക് എന്താണ്? ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ഇമേജ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിവിടെ നോട്ട് ചെയ്യുക, ഇവിടെ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിർച്വൽ ആണ്. അപ്പോൾ എന്താണ് വിർച്വൽ ഇമേജ് എന്ന് അറിയാവോ? യെസ്, ദ ഇമേജ് വിച്ച് ഈസ് ഫോംഡ് ഇൻസൈഡ് ദി മിറർ ബട്ട് cannot be caught on a screen is called a virtual image. അതായത്
നമുക്ക് ഈ മിററിൽ നമുക്ക് ഇമേജ് കാണാൻ വേണ്ടി പറ്റും, പക്ഷേ ആ ഒരു ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇമേജിനെയാണ് നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. പ്ലെയിൻ മിററിൽ കിട്ടുന്ന ഇമേജും ഈ പറയുന്ന വിർച്വൽ ഇമേജ് തന്നെയാണ്. ഇനി അതേസമയം നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഇമേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. അപ്പോൾ റിയൽ ഇമേജും വിർച്വൽ ഇമേജും തമ്മിലുള്ള വ്യത്യാസം കൂടി ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഇൻ ദി പ്ലെയിൻ മിറർ? ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ഇറക്റ്റ് ഇമേജ് ഫോം ചെയ്യും. സെക്കൻഡ് ഇതാ വിർച്വൽ ഇമേജ് ആണ്. തേർഡ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദി ഇമേജ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അടുത്തതാണ് ഇമേജസ് ഫോംഡ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ദ മിറർ ആസ് ദി ഒബ്ജക്ട് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ലാസ്റ്റ് ആണ് മക്കളെ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കളെല്ലാവരും പോയിട്ട് ഒന്ന് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏത് ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റിലായിട്ട് നിങ്ങൾ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ആ ഒരു ടോപ്പിക് എടുത്തിട്ട് മിസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മക്കൾക്കും all the very best and thank you so much. Bye bye.